ഞാനിവിടെ ഒരു ഷോപ്പിൽ വന്നേക്കും. ഇവിടെ എൻ്റെ ബൈക്കിൻ്റെ ഹാൻഡിൽ ബാർ റൈസേഴ്സ് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി വന്നേക്കും. വൈകുന്നേരമായി, കൊറോണ കാരണം ഇപ്പോൾ എല്ലാം നേരത്തെ അടയ്ക്കല്ലേ. റോയൽ ബൈക്സ്. അപ്പോൾ ഞാൻ പല സ്ഥലത്തും KTM ഹാൻഡിൽ ബാർ റൈസേഴ്സിന് തിരക്കിയായിരുന്നു. പക്ഷേ പല സ്ഥലത്തും ഇല്ല, അവർക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ റൈറ്റ് ചെയിൻ ഇത് ബ്രാൻഡഡ് തന്നെയാണ്. 800 രൂപയാണ് അവർ റേറ്റ് അതിന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വിത്ത് ഇൻസ്റ്റാളേഷൻ 800 രൂപ നല്ല ചാർജാണ്. അത് ഞാൻ ഓൺലൈൻ തിരക്കിയായിരുന്നു പല പ്രാവശ്യമായിട്ടും. അപ്പോൾ 600-700 രൂപ വരുന്നുണ്ട്. ഇവർ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്തു തരുമല്ലോ, നല്ല ഡീലാണ്. ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ ചെയ്തു തരാം. ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കുറേ നാളെ വിചാരിക്കുമായിരുന്നു. കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് അപ്രൈറ്റ് പൊസിഷനായിട്ട് ഇരിക്കാനൊക്കെ സൗകര്യം ഇത് നന്നായിട്ട് തരുമെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പോയി കണ്ണൂർ ഇരിക്കണ കണ്ടോ, ഒരാളനയാ അറിയും. ഇഷ്ടം പോലെ മാറ്റുന്നതാണോ നിങ്ങൾ? സ്ഥിരം വരാറുള്ളതാണോ സാധനം? സ്ഥിരം മാറ്റാറുണ്ട്. 1 ഇഞ്ചിൻ്റെ ആണോ? ഈ പമ്പിൻ്റെ അത്ര ഹൈറ്റ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഐറ്റം മാറിയിട്ടുണ്ട്. ഹാൻഡിൽ ബാർ റൈസർ മാറ്റിയിട്ടുണ്ട് നമ്മൾ. നല്ല കൂളായിട്ടുണ്ട് വണ്ടി. ഞാൻ 7 വർഷമായിട്ട് KTM ഓടിക്കുക. ഇവൻ നമ്മുടെ മുതൽ നല്ലൊരു സ്റ്റാൻസ് ആയിട്ടുണ്ട്. ലുക്ക് വൈസ് ആണെങ്കിലും ശരി, പോസ്റ്ററിലായാലും ശരി, നല്ലൊരു സ്റ്റാൻസ് ആയിട്ടുണ്ട്. ഇപ്പം എണീച്ച് നിന്ന് ഓടിക്കാനൊക്കെ കുറച്ചും കൂടെ നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. അതുകൂടാതെ ഇത്രയും വർഷം ഇതേ ഒരു സെയിം പോസ്റ്ററിൽ നിന്ന് മാറിയപ്പോൾ ഒരു ഹൈറ്റ് കൂടിക്കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്. ചുമ്മാ എഴുന്നേറ്റ് നിന്ന് ഓടിക്കാൻ നല്ലൊരു കംഫർട്ടുണ്ട്. പ്രത്യേക ഒരു ഫീൽ തന്നെ. കൈ ഉണ്ടല്ലേ, നേരത്തെ ഈ ഒരു പോസ്റ്ററിലായിരുന്നു. ആ ഒരു നല്ല വ്യത്യാസമുണ്ട്. നോക്കാം, ലോങ് റൈഡ്സ് ചെയ്ത് നോക്കാം. സിറ്റി റൈഡ് ഞാൻ കുറച്ച് നേരം ഒരു 19 കിലോമീറ്റർ ഓടിച്ചു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ട് തോന്നി. പിന്നെ നേരത്തെ ഞാൻ കരുതിയിരുന്നു ഈ ഹാൻഡ് ബാർ റൈസറിന് എന്തിനാണ് ഇത്രയും വില, 900 രൂപ 1000 രൂപ വില എന്തിനാണ് വരുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പം അലൂമിനിയം മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് വരുന്ന ബോൾട്ട് SS ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. JB റേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിലാണ് ഇത് വരുന്നത്. നല്ല പ്രൊഡക്റ്റാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാധനം. ഇത് ശരിക്കും നല്ല ലൈറ്റ് വെയിറ്റ്, കാസ്റ്റ് അയണിൻ്റെ അത്രയും വെയിറ്റോ ഒന്നുമില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ആ ബോൾട്ടിന് മാത്രമാണ് വെയിറ്റ് വരുന്നത്. ക്വാളിറ്റി വൈസ് നന്നായിട്ടുണ്ട്. ഷോപ്പിൻ്റെ പേര് മറന്നു. ഇതാണ് എൻ്റെ 2013 KTM Duke 200 ഹാൻഡിൽ ബാർ റൈസേഴ്സ് കയറ്റിയ ഒരു ഇഫക്റ്റ്. ഞാൻ ഈ സാധനം തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും ബൈക്സിൽ. ഇതിപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ യൂണിവേഴ്സലാണെന്നാണ് പറയുന്നത്. എല്ലാ ബൈക്സിനും ഇത് പറ്റും. ഇല്ല, പ്രത്യേകിച്ച് വലിയ ചടങ്ങുള്ള പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ബോൾട്ട് മാത്രം മാറ്റിയാൽ മതി. എസ്പെഷ്യലി നമ്മൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഷോപ്പുകാർ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവരായപ്പോൾ കറക്റ്റായിട്ട് ഇത് കുറച്ച് സമയം കൊണ്ട് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഒരല്പം ഒരു പൊടിക്ക് ഒരു ജസ്റ്റ് മൈന്യൂട്ടായിട്ട് ഹാൻഡിൽ ബാർ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടായിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് ടൈറ്റായിട്ട്. ഇതിലിപ്പം ബാക്കി ഇത് ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിളൊന്നും ഇഷ്യൂസ് ഇല്ല. ബട്ട് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന വയേഴ്സ് ഉണ്ടല്ലോ, വയേഴ്സിൻ്റെ ആ ഒരു കേബിൾ കുറച്ച് ടൈറ്റായിട്ടുണ്ട്. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, വേറെ ഇഷ്യൂ ഒന്നുമില്ല. 100% ഇത് റെക്കമെൻഡ് ചെയ്യും. ഹിമാലയനിലൊക്കെ ആണെങ്കിലും നല്ല കുറച്ചും കൂടെ ആപ്റ്റ് പൊസിഷനിലോട്ട് ഈ സാധനം വരാൻ സഹായിക്കും. ഓക്കെ ഗൈസ്, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.